सर्वेषां स्वागतं। नमस्कारः। संस्कृतपठनं तत्र इदानीं विष्णुसहस्रनामं वयं पठामः। तत्र 17 श्लोकाः अस्माभिः पठिताः। अनन्तरं 18 श्लोकं पठामः। अस्तु। वेद्यो वैद्यः सदा योगी वीरः माधवो मधु अतीन्द्रियो महामायो महोत्साहो महाबल। അതാണ് ശ്ലോകം. വേദ്യോ വൈദ്യ സദായോഗി വീരഃ മാധവ മധു അതീന്ദ്രിയോ മഹാമായ മഹോത്സാഹ മഹാബല. വേദ്യോ, അത് വേദ്യ എന്നാണ് വരിക. വേദ്യ എന്നുള്ള വാക്കിന് സാധാരണ നിലയ്ക്ക് ഈ വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പോ വേദ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് എന്നാണ് വേദ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിക. വേദ്യ അറിയേണ്ടത് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് വേദ്യ എന്നുള്ള രൂപം വരിക. വേദ്യ അതായത് നമ്മുടെ സാമാന്യമായിട്ടുള്ള ചില അറിവുകൾ വേദ്യ അറിയേണ്ടത് എന്നുള്ള അർത്ഥം. അവസാനത്തെ അറിവ്, നമുക്ക് ഇനി അപ്പുറം ഒരു അറിവ് കിട്ടാനില്ല, ഏറ്റവും അവസാനത്തെ അറിവ് അതാണ്. ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു അറിവിന്റെ വിഷയം വരുന്നില്ല. അതാണ് അത്രയും വലിയ അറിവായത് കൊണ്ട് ആണ് വേദ്യ എന്നുള്ള അർത്ഥം വരുന്നത്. സാധാരണ നിലയ്ക്ക് നമ്മൾ പലതിനെയും മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ അറിവാണ് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ അതല്ല ശരിയായ അറിവ്, ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാത്ത ഒരറിവ്, അതാണ് വേദ്യ. അത് വേദ്യ എന്നുള്ളത് ശ്ലോകമായിട്ട് ചെല്ലുമ്പോൾ വേദ്യോ എന്നാവും. വിസർഗം ഓകാരായിട്ട് വേദ്യോ എന്നാവും. അടുത്തത് വൈദ്യ. ഈ വൈദ്യ എന്നുള്ള വാക്കിന് നമുക്ക് അറിയുന്ന ഒരു അർത്ഥമുണ്ട്, വൈദ്യൻ. അത് തന്നെ അർത്ഥം ശുശ്രൂഷിക്കുന്നയാൾ, രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നയാൾ. അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വൈദ്യനല്ല എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ശാരീരികം മാനസികം ആയിട്ടുള്ള അസുഖങ്ങൾക്ക് പുറമേ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന തരത്തിലുള്ള അസുഖങ്ങളും കൂടി നമുക്കുണ്ടാവും. അതിനെയൊക്കെ ചികിത്സിക്കുന്നയാളാണ്. അതായത് നമുക്ക് ഉള്ള പലതരത്തിലുള്ള നമ്മുടെ അഹങ്കാരവുമായിട്ട്, മനസ്സ്, അഹങ്കാരം, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ആ തെറ്റിദ്ധാരണകൾ എന്നുള്ളത് വേണ്ട തരത്തിലുള്ള അല്ലാത്ത അറിവാ വരിക. അപ്പൊ അത് ഒരു വൈകല്യമാണ്, രോഗമാണ്. വേണ്ടതല്ലാത്തത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ രോഗം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അഹങ്കാരം കൊണ്ട്, ദർപ്പം കൊണ്ട് ഒക്കെ ഉണ്ടായിരിക്കുന്ന ചില അറിവുകളുണ്ട്. അറിവുകൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയായിരിക്കും, ശരിയായ അറിവല്ല. അതിനെ ശുശ്രൂഷിക്കുന്ന ആള്. അപ്പോഴ് അതിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണ നീക്കി തരുന്ന ആള് എന്നർത്ഥം. ഏറ്റവും പരമനായിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ, അതാണ് വൈദ്യ. അപ്പൊ വേദ്യ വൈദ്യ, അത് വേദ്യോ വൈദ്യ എന്നാവും.
വേദ്യോ വൈദ്യ. അടുത്തത് സദായോഗി എന്നാണ്. അപ്പൊ വേദ്യ എന്നും വൈദ്യ എന്നും രണ്ടും അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ വേദ്യ എന്നുള്ളത് വേദ്യായ എന്ന രൂപം വരും, വൈദ്യ എന്നുള്ളത് വൈദ്യായ എന്ന് രൂപം വരും. വേദ്യോ വൈദ്യ. അടുത്തത് സദായോഗി എന്നാണ്. സദായോഗി, യോഗി, സദാ യോഗി, എല്ലായ്പ്പോഴും യോഗി, യോഗം, യോഗത്തെ ഉള്ളയാൾ. അതായത് പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോ വ്യാജമായിട്ടുള്ള ചിലതരത്തിലുള്ള അറിവുകൾ എന്ന് പറയാം. പിന്നെ നമുക്ക് അറിവിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോന്നിനും ആയിട്ട് ഒരു യോഗം ഉണ്ടാകുന്ന സമയത്താണ് അറിവുണ്ടാവുക. ഒരു യോഗം ഉണ്ടായി, എനിക്ക് പഠിക്കാനുള്ള യോഗം ഉണ്ടായി എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഉള്ള യോഗം ഉണ്ടാവുക. സദായോഗി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓരോ കാര്യം ഉണ്ടായി കഴിഞ്ഞ് അത് നമുക്ക് ആ യോഗം ആവശ്യമില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ ഈ യോഗം എന്ന് പറയുന്നത് അന്തിമമായിട്ടുള്ള യോഗമാണ്, അന്തിമമായിട്ടുള്ള യോഗമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു യോഗം വരാനില്ല, യോഗ കൂടിച്ചേരലാണ്. അപ്പൊ സദായോഗി, എല്ലായ്പ്പോഴും ആ പരമാത്മാവുമായിട്ട് യോജിക്കുന്ന അവസ്ഥ, ആത്മാവുമായിട്ടുള്ള യോഗമുണ്ട്. ആത്മാവുമായിട്ട് ഏക ജീവാത്മാവ് പരമാത്മാവ് ചേരുന്ന ആത്മത്തെ നേടാനുള്ള ശ്രമങ്ങളെയാണ് യോഗ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അതിനെ അറിയാൻ ശ്രമിക്കുന്ന ഒരാള് ആത്മാവ്. അപ്പോ ആ ആളൊക്കെ ഈ എല്ലായ്പ്പോഴും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദായോഗം ഉള്ളയാളായി മാറും. അപ്പോൾ അതിന് പറ്റിയ അവസ്ഥയായിട്ട് വരുന്ന രൂപം സദായോഗി. സദായോഗി എന്നുള്ളത്, യോഗി എന്നുള്ളത് നകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ സദായോഗിനെ നമ എന്ന് വരും രൂപം. സദായോഗിനെ നമ. അപ്പൊ വേദ്യായ നമ, വൈദ്യായ നമ, സദായോഗിനെ നമ എന്ന് വരും. വേദ്യോ വൈദ്യ സദായോഗി, വേദ്യോ വൈദ്യ സദായോഗി. അടുത്തത് വീരഹ എന്നർത്ഥം. വീരഹ, വീരഹ. ഹ എന്നുള്ളത് പൊതുവെ ഹനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കൊല്ലുക, ഹനിക്കുക, നശിപ്പിക്കുക. ഇപ്പൊ വീരഹ, വീരന്മാരെ ഹനിക്കുന്നയാൾ എന്നർത്ഥം. പദത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, വീരന്മാരെ ഹനിക്കുന്നയാൾ. അപ്പൊ അതിന് സാമാന്യമായിട്ടൊരർത്ഥം ശക്തന്മാരായിട്ടുള്ള, വീരന്മാരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നയാള്. ശക്തി, വീര്യത്വം ഒക്കെയുള്ള ശക്തരായിട്ടുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാല് അവരൊക്കെ ചിലപ്പോ സ്വന്തം ഇച്ഛ, സ്വേച്ഛാധിപതികളാവാൻ ശ്രമിക്കുന്ന തരത്തില് വളരും. അപ്പോ കുറച്ചൊരു ധൈര്യമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പോ എനിക്കെല്ലാം സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റേതായ വഴിയിൽ പോകാൻ ശ്രമിക്കും. അത് ചിലപ്പോ അപകടത്തിലേക്കായി മാറും. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ നീങ്ങുന്നത്. അപ്പോഴത് അപകടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ നശിപ്പിക്കുന്ന എന്നർത്ഥം. അത് ആ ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് സ്വാർത്ഥ ഇച്ഛ അല്ലെങ്കിൽ സ്വേച്ഛയായി മാറില്ല, ആ ഭഗവാന്റെ ഇച്ഛയായിട്ടാണ് മാറുക. ശരീര സംബന്ധിയായിട്ടുള്ള ഇച്ഛയായിട്ടല്ല മാറുക, സ്വേച്ഛ ആയിട്ടല്ല മാറുക. അങ്ങനെ സ്വേച്ഛയായിട്ട് പെരുമാറുന്ന ആൾക്കാര്, അതാണ് വീരഹ, വീരന്മാര് എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോ അവരെ ഹനിക്കുന്ന എന്നർത്ഥം. അപ്പോ നമുക്ക് ഭഗവാനുമായിട്ട് ഭഗവാന്റെ താഴെ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് യോജിച്ചുകൊണ്ടാണ്, ആ ഭഗവാനാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് വിഷമം വരില്ല, അവരൊന്നും ഹനിക്കില്ല, അവർക്കൊന്നും ഹാനി വരില്ല. അല്ലാത്തവർക്കാണ് ഈ ഹാനി വരിക, അവരെ നശിപ്പിക്കുന്ന എന്നർത്ഥം. അപ്പൊ നമ്മുടെ തെറ്റിദ്ധാരണകളെ ഇല്ലാണ്ടാക്കുന്ന ആൾ തന്നെയാണ് അർത്ഥം വരിക. വീരഹ, വേദ്യോ വൈദ്യ സദായോഗി, സദായോഗി വീരഹ. ഇപ്പൊ രാക്ഷസന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പിന്നെ നല്ല വഴിയിൽ നിന്നും
അഹങ്കാരികളായിട്ട് അവര് പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ നശിപ്പിച്ച ധാരാളം അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ കൊണ്ട് തന്നെ വീരഹ എന്നുള്ള പേര് പറ്റും. അപ്പൊ വീരഹ ഹ എന്ന് വരുന്നുണ്ട്, വീരഹ. അപ്പൊ വീരഹ എന്നുള്ളത് അതിന്റെ രൂപം വരിക വീരഘ്നേ നമ എന്നാണ് വരിക. അതിന് അതുമായിട്ട് വന്നത് വീരഘ്നേ നമ. ഹകാരാന്തായിട്ടുള്ള രൂപ വരിക വീരഹ. അപ്പൊ വീരഘ്നേ നമ എന്ന് വരും. വീരഘ്നേ നമ, ഘ്നേ, വീരഘ്നേ നമ. അപ്പൊ വേദ്യോ വൈദ്യ സദായോഗി വീരഹ. അടുത്തത് മാധവ. മാധവ. അപ്പൊ ഇത് ഈ പദത്തിന്റെ അർത്ഥം മാ എന്ന് പറഞ്ഞാല് മാധവ, മായുടെ ധവൻ എന്നുള്ള അർത്ഥത്തിൽ. മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതിയാണ്. മായ ധവ, മായുടെ ധവൻ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് മാധവ എന്നുള്ള പദം. പിന്നെ വേറൊരർത്ഥം എന്ന് വെച്ചാല് ഈ അറിവ് എന്നുള്ളൊരർത്ഥമുണ്ട് മാ എന്നുള്ളത്. ആ അറിവിന്റെ ധവൻ, അറിവിന്റെ ഭർത്താവ്, അറിവുകളൊക്കെ ഉള്ളയാൾ, അങ്ങനെയും മാ എന്നുള്ളൊരു പദം പ്രയോഗിക്കാം. പിന്നെ വേറൊരർത്ഥം പറയാറുണ്ട്, മായ എന്നുള്ളൊരർത്ഥത്തിലും മാ എന്ന് പറയാറുണ്ട്. ആ മായുടെയും ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലും നമ്മൾ മാധവ എന്ന് പ്രയോഗിക്കാം. ഇതൊക്കെ മാ എന്നുള്ളതിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട്. മായുടെ ഗുരു, ധവൻ, അപ്പോ അറിവിന്റെ, ലക്ഷ്മിയുടെ, ഐശ്വര്യത്തിന്റെ ഒക്കെ ധവൻ എന്നുള്ള അർത്ഥത്തിൽ മാധവ. വേദ്യോ വൈദ്യ സദായോഗി വീരഹ മാധവോ. മാധവ എന്നുള്ളത് മാധവോ എന്നാണ്. അടുത്തത് മധു. മധു എന്നുള്ളത് ചിലതിലൊക്കെ, ചില പുസ്തകങ്ങളിലൊക്കെ മധു എന്ന് കഴിഞ്ഞിട്ട് വിസർഗമായിട്ട് കാണാറുണ്ട്. മധു എന്ന വിസർഗമായിട്ട് ചിലതിലൊക്കെ കാണാറുണ്ട്. അപ്പോ എനിക്കൊക്കെ അത് മധു എന്നുള്ളത് തിരുത്തിയിട്ടുണ്ട്. മധു എന്ന് മാത്രം, വിസർഗമില്ലാണ്ട് മധു എന്ന് മതി എന്നാണ് ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. മധു എന്നുള്ളത് രൂപം. മധു, മധു എന്നുള്ളത് പിന്നെ തേന് എന്നുള്ളൊരർത്ഥമുണ്ട് മധു എന്നുള്ളത്. അത് തന്നെയാണ്. അമൃത് എന്നും ഈ തേന് എന്നുള്ളതിന് വേറൊരു അർത്ഥം പറയാം. അതായത് ഈ മധു, തേന് എന്നൊക്കെ പറയാനുള്ള കാരണം, ഭക്തി ഉള്ള ആൾക്കാരുടെ ഉള്ളില് അമൃതത്വത്തെ, അമൃതപ്ലാവനത്തെ ഉണ്ടാക്കുന്ന, ആ തേനിന് സ്വതവേ മധുരമാണല്ലോ, ആ മധുരത്തെ ഉണ്ടാക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ അവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന, മധു ഉണ്ടാകുന്ന സന്തോഷമാണ് ഉണ്ടാവുക, ആ സന്തോഷത്തെ ഉണ്ടാക്കുന്ന എന്നൊക്കെ പറയും. പിന്നെ വേറെ ഉണ്ട് ഈ മധുമാസം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ മധുമാസം പ്രധാനമായിട്ട് വരുന്നത് അതും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മധുമാസം എന്നുള്ള അർത്ഥത്തിലും വൈശാഖമാസം, നമ്മൾ പലപ്പോഴും വൈശാഖ മാസം ആചരണമായിട്ട് പറയാറുണ്ട് മധു. ആ ഒരർത്ഥത്തിലാണ് മധു എന്നുള്ള പേര്. അവിടെ വിസർഗം വേണ്ട, അതുകൊണ്ട് തന്നെ അവിടെ മധുനേ നമ എന്നാണ് രൂപം കാണുക. രൂപം വേണ്ടത് എന്നർത്ഥം. അപ്പൊ ചിലതിൽ മധു എന്ന് വിസർഗമായിട്ടുള്ളതില് ചിലപ്പം നാമാവലി വരുമ്പം മധവേ നമ എന്നാണ് കാണുക. പക്ഷെ ഗുരുനാഥൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല, മധുനേ നമ എന്ന് തിരുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധു എന്ന വിസർഗമില്ലാത്ത രൂപമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മധുനേ നമ എന്നുള്ള രൂപം, അതാണ് വീരഹ മാധവോ മധു. അടുത്തത് അതീന്ദ്രിയ. അതീന്ദ്രിയ, അത് അതീന്ദ്രിയോ എന്നായി മാറും. ഇന്ദ്രിയ, അതി ഇന്ദ്രിയ. അതി എന്നുള്ളത് ഇന്ദ്രിയങ്ങൾക്ക് ആയിട്ടുള്ള, അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള എന്നർത്ഥം സാമാന്യമായിട്ട് പറയാം. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള,
ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ള ആള്. ഇപ്പൊ സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് അതീതൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. അതിനും അപ്പുറത്താണ് ശരിയായിട്ടുള്ള അരൂപം. അതുകൊണ്ട് തന്നെ അതീന്ദ്രിയ എന്ന് സാമാന്യമായിട്ട് പറയാം. എല്ലാത്തിനും അതീതനാണ് എന്നുള്ള അർത്ഥത്തിൽ അതീന്ദ്രിയ. അപ്പൊ അതുമാത്രല്ല, ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടായാലും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പലതുണ്ടല്ലോ. ഇപ്പോ മൂക്ക് കൊണ്ടാണെങ്കിൽ വാസന, ചെവി കൊണ്ട് കേൾവി, കണ്ണുകൊണ്ട് കാണുക. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. നമുക്ക് ഘ്രാണിച്ച് കിട്ടുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. കേൾക്കാൻ പറ്റുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. തൊടാൻ പറ്റുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കില്ല, അതിൻ്റെ അപ്പുറത്താണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്കും അതീതം, അങ്ങനെയും ആവാം. അങ്ങനെയും ഏതർത്ഥത്തിലായാലും ശരി, ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് അതീന്ദ്രിയ. അതീന്ദ്രിയ അത് അകാരാന്തായിട്ടുള്ള രൂപം ആയതുകൊണ്ട് തന്നെ അതീന്ദ്രിയായ എന്ന് വരും. അതീന്ദ്രിയായ. അടുത്തത് മഹാമായ. മഹാമായ അത് മഹാമായോ എന്നാവും. മഹാമായ. മഹാമായ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മഹാമായ എല്ലാ മായകളും, മഹത്തായിട്ടുള്ള മായ, പരമമായിട്ടുള്ള മായ, ആ മായയുടെയൊക്കെ അടിത്തറയായിട്ടുള്ള ആളാണ്. എല്ലാ മായകളുടെയും പരമനായിട്ടുള്ള ഗുരു. മായകൾ മുഴുവൻ മനസ്സിലാക്കി കൊടുക്കുന്നതും അതിനെ ഇല്ലാണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരാളാണ്. അങ്ങനെയുള്ള ഗുരു. പരമമായിട്ടുള്ള ബോധം, ഏറ്റവും നമുക്കൊക്കെ ഉണ്ടാകുന്ന ബോധത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഭാവം, അതാണ് മഹാമായ. അപ്പൊ മഹാമായ എന്നുള്ളത് ഈ സാധാരണ നമുക്ക് ഈ മായയൊക്കെ മറികടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ മായയ്ക്കൊക്കെ അതീതനായിട്ടുള്ള ആ ഭഗവാനെ, മഹാമായ. ഒരു ശക്തനായിട്ടുള്ള ഒരാളെ എതിരിടണം എന്നുണ്ടെങ്കിൽ അതിശക്തൻ തന്നെ വരണം എന്ന് പറയാറുണ്ട്. ശക്തനായിട്ടുള്ള ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ ശക്തനായിട്ടുള്ള ഒരാൾ വരണം. അപ്പൊ എത്ര ശക്തനായിട്ടുള്ള ആളാണെങ്കിലും, ഏറ്റവും ശക്തിയുള്ള ആളാണെങ്കിലും, ആ ആളെ തോൽപ്പിക്കണമെങ്കിൽ അതിലും ശക്തനായിട്ടുള്ള ഒരാൾ വരണം. അപ്പൊ എത്ര മായകൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ മഹാമായൻ തന്നെ വരണം. അതാണ് മഹാമായ. അപ്പൊ മഹാമായ എന്നുള്ളത് മഹാമായായ എന്നാണ് നാമം വരിക. മഹാമായായ നമ എന്ന് വരും. അതീന്ദ്രിയോ മഹാമായ. മഹാമായ എന്നുള്ളത് മഹാമായോ എന്നാവും ചൊല്ലുന്ന സമയത്ത്. അതീന്ദ്രിയോ മഹാമായോ. അടുത്തത് മഹോത്സാഹോ. മഹാ ഉത്സാഹ. മഹത്തായിട്ടുള്ള ഉത്സാഹ. അതാണ് സാമാന്യമായിട്ട് അർത്ഥം വരിക. മഹോത്സാഹ, മഹാനായിട്ടുള്ള ഉത്സാഹി. സാധാരണ ചലനങ്ങൾ ഒക്കെ ഉണ്ട്, എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന പലതുണ്ട്. അതിൻ്റെയൊക്കെ സാക്ഷാത്കാരം ഉണ്ടാക്കുന്നയാൾ. സൃഷ്ടി, അതുപോലെ സ്ഥിതി, സംഹാരം, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ സാമാന്യമായിട്ടുള്ള നിത്യമായിട്ടുള്ള ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ സാക്ഷാത്കരിക്കുന്നയാൾ. ജനന മരണങ്ങൾ ഒക്കെ ഉള്ളതായിരിക്കുന്ന ഈ ലോകം, ആ ലോകത്തില് മഹത്തായിട്ടുള്ള ശക്തിയുടെ ഒരിക്കലും അവസാനിക്കാത്ത ഈ ലോകം, അത്ഭുതകരമായിട്ടുള്ള ഈ ലോകം, അതിനൊന്നും ഈ നിലനിൽപ്പില്ല. അതിനും അപ്പുറത്ത് ആണ് എന്നർത്ഥം. അപ്പോൾ ഒരു സമുദ്രം, ആ സമുദ്രത്തിനെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ തിരമാലകളാണോ സമുദ്രം? അതല്ലല്ലോ, അതിന്റെ അപ്പുറത്താണ്, അതിൻ്റെയും അപ്പുറത്തുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മഹോത്സാഹ, അതിലും അപ്പുറത്തമായിട്ടുള്ള അവസ്ഥ. തിരകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള സമുദ്രം, അതാണ് ഉള്ളിൽ ഉണ്ടാവുക.
അത് മേലെ മാത്രമാണ് ഈ തിരമാലകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മഹോത്സാഹ, ആ ഉള്ളിൽ നിന്നും ഉള്ള പ്രചോദനം കൊണ്ടാണ് മുകളില് ഈ തിരമാലകളൊക്കെ ഉണ്ടാവുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം, അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. അപ്പൊ മഹോത്സാഹ, അപ്പൊ വേദ്യോ വൈദ്യ സദായോ ഹി യോഗി വീരഹ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹ. മഹോത്സാഹ എന്നുള്ളത് മഹോത്സാഹോ എന്നാവും രൂപം ശ്ലോകത്തിൽ വരുമ്പോൾ. അപ്പൊ നാമം വരുമ്പോൾ മഹോത്സാഹായ എന്ന് വരും. മഹാ ഉത്സാഹ, മഹോത്സാഹായ നമ എന്ന് വരും. അടുത്തത് മഹാബല, അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. മഹാബലായ എന്ന് അർത്ഥം വരും. ഈ മഹാബല എന്നുള്ള അർത്ഥം നമുക്കറിയാം. മഹത്തായിട്ടുള്ള ബലമുള്ള ആള് എന്ന് തന്നെയാണ് മഹാബല എന്നുള്ളതിന്റെ ഇത് വരിക. പരമമായ ശക്തിയുള്ള ആള്, ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഓരോ ശക്തികളുണ്ടല്ലോ, ആ ശക്തികളുടെ ഒക്കെ ഉറവിടമായിട്ടുള്ള ആളാണ് എന്നർത്ഥം. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോരോ ശക്തിയുണ്ട്. ആ ശക്തിയൊക്കെ ഉണ്ടാവുന്നത് ആ പരമമായിട്ടുള്ള മഹാബലത്തിൽ നിന്നാണ്, അദ്ദേഹത്തിൽ നിന്നാണ്. അനന്തമായ ശക്തിയുള്ള ആ മഹാബലൻ, അതാണ് മഹാബല. അത് രൂപം വരിക മഹാബലായ എന്നാണ് വരിക. അപ്പോഴ് വേദ്യോ വൈദ്യ സദാ, നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വേദ്യോ വൈദ്യ സദാ യോഗി, വേദ്യോ വൈദ്യ സദാ യോഗി, വേദ്യോ വൈദ്യ സദാ യോഗി, വീരഃ മാധവോ മധു, വീരഃ മാധവോ മധു, വീരഃ മാധവോ മധു, അതീന്ദ്രിയോ മഹാമായോ, അതീന്ദ്രിയോ മഹാമായോ, അതീന്ദ്രിയോ മഹാമായോ, മഹോത്സാഹോ മഹാബല, മഹോത്സാഹോ മഹാബല, മഹോത്സാഹോ മഹാബല. വേദ്യോ വൈദ്യ സദാ യോഗി, വീരഃ മാധവോ മധു, അതീന്ദ്രിയോ മഹാമായോ, മഹോത്സാഹോ മഹാബല. 18 കഴിഞ്ഞ് ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. 19ാമത്തെ ശ്ലോകം. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദ്ദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിധൃൾ. ഓ മഹാബുദ്ധി, മഹാവീര്യ, മഹാശക്തി, മഹാദ്യുതി, അനിർദ്ദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിധൃൾ.
ഓരോന്നായിട്ട് നോക്കാം. ആദ്യം മഹാബുദ്ധി എന്നാണ്. മഹാബുദ്ധി മഹത്തായിട്ടുള്ള ബുദ്ധിയോടുകൂടിയ മഹത്തായിട്ടുള്ള ബുദ്ധി. ബുദ്ധി ഉള്ള ആളാണ്, അതുപോലെ മഹത്തായിട്ടുള്ള ബുദ്ധിയുള്ള ആള് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ശക്തിയുള്ള ആള്, ബലമുള്ള ആള് മഹാബലൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബുദ്ധിയുള്ള ആൾക്കാരിൽ മഹാബുദ്ധിയുള്ള ആള് എന്ന് പറയാം. അതിന്റെ അതേ അർത്ഥം തന്നെ അതേ നിലയ്ക്ക് തന്നെ വരും. ബുദ്ധിയുടെ വിഷയങ്ങളിലൊക്കെ മഹത്തായിട്ടുള്ള വിഷയം. ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും അതീതമായിട്ടുള്ള ബുദ്ധിയുള്ള ആള്, ഏതൊരു ബുദ്ധിയുള്ള ആളെയും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിയുള്ള ആള്. അപ്പോൾ സാധാരണ പല ബുദ്ധി കൊണ്ട് ഒക്കെ പല പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളതായിട്ടുള്ള കഴിവുകൾ, പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടല്ലോ. സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ, ലൗകികമായിട്ടുള്ള പല പല കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് ശാസ്ത്രജ്ഞന്മാര്, കവികള്, കലാകാരന്മാര്, അങ്ങനെ പല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധി മുഴുവൻ ഈ ഒരു ബുദ്ധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ബാക്കിയുള്ള ബുദ്ധികളൊക്കെ ഒരു കളിപ്പാട്ടം പോലെ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ പരമമായിട്ടുള്ള ബുദ്ധി, മഹാബുദ്ധി, അതാണ് മഹാബുദ്ധി. അത് ബുദ്ധി എന്നുള്ളത് ബുദ്ധയേ എന്നാണ് വരിക. മഹാബുദ്ധയേ നമ എന്ന് വരും. അത് ഇകാരാന്താണ് മഹാബുദ്ധി. അത് മഹാബുദ്ധയേ നമ എന്ന് വരും. അപ്പൊ ഇത് ശ്ലോകമായിട്ട് ചെല്ലുമ്പോൾ ആ വിസർഗം എർ എന്നായിട്ട് മഹാബുദ്ധിർ എന്നാണ് ചെല്ലുക. മഹാബുദ്ധിർ. അടുത്തത് മഹാവീര്യ. മഹാവീര്യ, മഹത്തായിട്ടുള്ള വീര്യത്തോടു കൂടിയ എന്നർത്ഥം. വീര്യം, പരമമായ സത്തയായിട്ടുള്ള ആള് എന്നൊരർത്ഥം പറയാം. സാധാരണ നിലയ്ക്ക് സൃഷ്ടിപരമായിട്ടുള്ള പല പല പ്രേരണകളൊക്കെ ഉണ്ടാവും. സൃഷ്ടിക്കാനൊക്കെ ഓരോ പ്രേരണകൾ വേണം. അതിൻ്റെയൊക്കെ പിന്നിലുള്ളതായിട്ടുള്ള സത്ത, അതാണ് വീര്യൻ. സൃഷ്ടിയുടെ ചലനാത്മകത, സൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചലനം ആണല്ലോ. ആ ചലനത്തിന്റെ ഭാവം, അത് പ്രകടമാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉറവിടം, അത് വളരെ ദിവ്യമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവ്യത്വത്തിന് പറയുന്ന ഒരു പേരാണ് മഹാവീര്യ എന്ന്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ വെച്ചാൽ അത്രയുണ്ട്. അപ്പൊ മഹാവീര്യ, അത് മഹാവീര്യായ നമ എന്ന് ചൊല്ലാം. അപ്പൊ മഹാബുദ്ധിർ മഹാവീര്യോ, മഹാബുദ്ധിർ മഹാവീര്യോ. അടുത്തത് മഹാശക്തി എന്നാണ്. ഇതും മഹത്തായിട്ടുള്ള ശക്തിയുള്ള ആള്, സർവശക്തൻ. ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമതയാണ് ശക്തി എന്ന് പറഞ്ഞാൽ. ഓരോരോ കാര്യങ്ങളെ ചെയ്യാൻ ഉള്ള ക്ഷമത, അതാണ്. അതിനുള്ള പ്രവർത്തന ശക്തിയുള്ള ആള്, ആഗ്രഹ ശക്തിയുള്ള ആള്, അറിവിന്റെ ശക്തിയുള്ള ആള്, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആള്, അതിലൊക്കെ ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അതാണ് ഈ മൂന്ന് ശക്തികളും കൂടിയിട്ടുള്ളതായിട്ടുള്ള ഒരു കളി. അത് ആണ് ഈ ലോകത്തിന്റെ മുഴുവൻ കളി എന്ന് പറയുന്നത്. അതാണ് മഹാശക്തി. മഹാശക്തി എന്നുള്ളത് മഹാവീര്യ മഹാശക്തി. മഹാശക്തി ഇകാരാന്താണ്. മഹാശക്തയേ നമ എന്ന് വരും. അപ്പൊ മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ എന്ന് വരും. ശക്തി എന്നുള്ളത് ശക്തിർ എന്നാവും ചൊല്ലി വരുമ്പോ. അടുത്തത് മഹാദ്യുതി. മഹാദ്യുതി. ഈ ദ്യുതി എന്നുള്ള വാക്ക് നമ്മൾ ചിലപ്പോ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വെളിച്ചം എന്നൊരർത്ഥമുണ്ട്. അതാണല്ലോ വൈദ്യുതി. വിദ്യുത്ത്, മിന്നലാണ് വൈദ്യുതി. മഹത്തായിട്ടുള്ള ദ്യുതിയോടുകൂടിയ, ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടിയ ആള് എന്നർത്ഥം. പ്രകാശം എന്നുള്ളതിന് വേറെ ഒരർത്ഥമുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരർത്ഥമുണ്ട്. പിന്നെ ഇരുട്ട് ആയിട്ടുള്ള അവസ്ഥ, പ്രകാശമുള്ള അവസ്ഥ. ഇരുട്ടിനെ നമ്മൾ അറിവില്ലായ്മയായിട്ടും പ്രകാശത്തെ അറിവായിട്ടും പറയാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് മഹാദ്യുതി, അങ്ങനെയും പറയാം. മഹത്തായിട്ടുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായിട്ടുള്ള
അറിവ് എന്നുള്ള ഒരു അർത്ഥവും കൂടി അവിടെ വരും. അതിൻ്റെ വലിയ വെളിച്ചം വേറെ ഇല്ല, ഏറ്റവും അധികം പ്രകാശിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ ഒക്കെ മഹാദ്യുതി. മഹാദ്യുതി, ഈ മഹാദ്യുതി എന്നുള്ളത് ഇകാരാന്താണ്. ഓ മഹാദ്യുതയേ നമ എന്നാണ് നാമാവലി വരുമ്പോ വരിക. മഹാദ്യുതയേ നമ. ഇപ്പൊ മഹാബുദ്ധിർ, മഹാവീര്യോ, മഹാശക്തിർ, മഹാദ്യുതി. അടുത്തത് അനിർദ്ദേശ്യ വപു എന്നാണ്. അനിർദ്ദേശ്യ വപു. വപു എന്നുള്ള വാക്കിന് ശരീരം അല്ലെങ്കിൽ രൂപം എന്നൊക്കെ അർത്ഥം. വപുസ് ശരീരം. അനിർദ്ദേശ്യ വപു, നിർദ്ദേശ്യം, നിർദ്ദേശിക്കാൻ പറ്റുന്ന എന്നർത്ഥം. നിർദ്ദേശ്യം, അനിർദ്ദേശ്യം നാകുമ്പോൾ നിർദ്ദേശിക്കാൻ പറ്റാത്ത, അങ്ങനെയുള്ള വപുസ്സായിട്ടുള്ള ആള്. അപ്പൊ നിർവചിക്കാൻ പറ്റാത്ത എന്നർത്ഥം. അങ്ങനെയുള്ള വപുസ്സോട് കൂടിയ ആള്. ഇപ്പൊ വിവരിക്കാൻ സാധിക്കാത്ത, വിവരണത്തിനും അതീതനായിട്ടുള്ള, വിശദീകരിക്കാൻ കഴിയാത്ത രൂപമുള്ള. രൂപം ഇങ്ങനെയാണെന്ന് ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്താണ്. അപ്പൊ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപം പറഞ്ഞാൽ അതിലും അപ്പുറത്ത് മനോഹരമായിട്ടുള്ള വേറൊരു രൂപം ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ അതായിരിക്കും ഏറ്റവും പരമമായിട്ടുള്ള രൂപം. അപ്പൊ നമ്മൾ അതാണെന്ന് വിചാരിച്ചാലോ, എന്നാൽ അതല്ല, അതിലും അപ്പുറത്ത്, അതിലും മനോഹരം അല്ലെങ്കിൽ അതിൽ ശക്തം ആയിട്ടുള്ള വേറെ രൂപം ഉണ്ടാവും. അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിട്ടുള്ള ഒരു ശരീരത്തോട് കൂടിയ എന്നർത്ഥം. അതാണ് അനിർദ്ദേശ്യ വപു. അനിർദ്ദേശ്യ വപു. വപു എന്നുള്ളത് ഷകാരാന്തായിട്ടുള്ള രൂപമാണ്. ഷകാരം. വപു, വപുഷവും വപുഷ എന്നും വപു, വപുഷി, വപുംഷി എന്ന് നപുംസക ലിംഗമായിട്ടൊക്കെ പറയും. രണ്ടു ഷകാരാതാണ്. ഇവിടെ വപു, വപുഷവും വപുഷ പുല്ലിംഗമായിട്ടുള്ള രൂപം വരും. അപ്പൊ അതിന്റെ ചതുർത്ഥി വരിക വപുഷേ എന്നാണ്. അപ്പൊ അനിർദ്ദേശ്യ വപുഷേ നമ എന്ന് വരും. അനിർദ്ദേശ്യ വപുഷേ നമ. അനിർദ്ദേശ്യ വപുഷേ നമ. അനിർദ്ദേശ്യ വപു. അടുത്തത് ശ്രീമാൻ. ശ്രീമാൻ, ശ്രീമത്ത് ആയിട്ടുള്ള, അതാണ് ശ്രീമത്ത്. അതിന്റെ പുല്ലിംഗ രൂപമാണ് ശ്രീമാൻ. ശ്രീമത്ത്. നമ്മളിപ്പോ ശ്രീമദ് ഭാഗവതം, ശ്രീമദ് രാമായണം, ശ്രീമദ് നാരായണീയം എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ തന്നെ പുല്ലിംഗമാകുമ്പോൾ ശ്രീമാൻ എന്നാണ് വരിക. ശ്രീമാൻ. ഇപ്പൊ ശ്രീമാൻ, ശ്രീ ഉള്ളയാള് എന്നർത്ഥം. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, മഹത്വം, ഐശ്വര്യം എന്നൊക്കെ. അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള, അതിൻ്റെ ആള് ആണ്. മഹത്തായിട്ടുള്ള ഐശ്വര്യത്തിന്റെ ആള്. ഐശ്വര്യത്തിന്റെ ശ്രീ എന്നുള്ള അതിന് ഐശ്വര്യം, അതുപോലെ തന്നെ അമ്മ, സൃഷ്ടി നടത്തുന്ന ഒക്കെയുള്ള അർത്ഥം ശ്രീ എന്നുള്ളതിന് വരും. അപ്പോൾ ആ മഹത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആള്, ആ മഹത്വത്തെ വിവാഹിതൻ ആയിട്ട് വിവാഹം കഴിച്ച എന്നർത്ഥം. ശ്രീമാൻ, ശ്രീയുടെ ഭർത്താവ് എന്നുള്ള അർത്ഥമൊക്കെ പറയാം. ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ്, അങ്ങനെ അർത്ഥം പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ശ്രീമാൻ, സ്ത്രീയോടുകൂടിയവൻ എന്നൊരർത്ഥവും പറയാം. ഇപ്പൊ ശ്രീമാൻ. അപ്പൊ ശ്രീമാൻ എന്നുള്ളത് ശ്രീമതേ എന്നാണ് രൂപം വരിക. തകാരാന്തായിട്ടുള്ള രൂപമാണ്. തകാരം ആണ്, തകാരാന്തം. ഭവാൻ, ഭവന്തോ, ഭവന്ത എന്ന് പറയുമ്പോൾ ശ്രീമാൻ, ശ്രീമന്തോ, അങ്ങനെ ശ്രീമതേ എന്നാണ് ചതുർത്ഥി വരിക. ശ്രീമതേ നമ എന്ന് വരും. ശ്രീമതേ നമ. ഓ അനിർദ്ദേശ്യ വപു ശ്രീമാൻ. അടുത്തത് അമേയാത്മാ. അമേയ ആത്മാ, ആത്മാവോട് കൂടിയ ആള്, അമേയമായിട്ടുള്ള ആത്മാവോട് കൂടിയ ആള്. അമേയം എന്നുള്ള വാക്കിന് ഇപ്പൊ നമുക്ക് അളക്കുക, പരിമിതം, അപരിമിതം എന്നൊക്കെ പറയുന്ന അതേ അർത്ഥം തന്നെ ഏതാണ്ട്. അളക്കാൻ പറ്റില്ല, അതിനും അപ്പുറത്തുള്ള, അളക്കാനാവാത്ത എന്നുള്ള അർത്ഥം. അളക്കാൻ പറ്റുന്നതിനും അതീതമായിട്ടുള്ള ആത്മാവോട് കൂടിയ, അങ്ങനെ അത്രയും അങ്ങനെയുള്ള ആത്മാവോട് കൂടിയ. നമുക്ക് ഒരു ജീവാത്മാവാണെങ്കിൽ ആ ജീവാത്മാവിന്റെ ശക്തി ഇത്രയുണ്ട് എന്നൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും.
അത് സാധിക്കില്ല. അതിനും അപ്പുറത്തുള്ളതാണ് രൂപം. അതുകൊണ്ടാണ് അമേയാത്മാ, അമേയമായിരിക്കുന്ന ആത്മാവോട് കൂടിയ ആള്. അമേയാത്മാ, അമേയാത്മാ എന്നുള്ളത് നകാരാന്തായിട്ടുള്ള രൂപമാണ്. ആത്മാ, ആത്മാനവും ആത്മന, ആത്മാന, ആത്മാ, ആത്മാനവും ആത്മാന, ഹേ ആത്മാ, ആത്മാനോ ഹേ ആത്മാന, ആത്മാനം, ആത്മാനവും ആത്മന, ആത്മന. അതിന് ആത്മനേ എന്നാണ് വരിക. ആത്മനേ എന്നാണ് ചതുർത്ഥിയായിട്ടുള്ള രൂപം വരിക. അപ്പോൾ അമേയാത്മനേ നമ എന്ന് വരും. അമേയാത്മാ എന്നാണല്ലോ. അപ്പോൾ അമേയാത്മനേ നമ എന്നാണ് നാമാവലി വരിക. അമേയാത്മനേ നമ. അടുത്തത് മഹാദ്രിധൃൾ എന്നാണ് രൂപം വരിക. അതിൽ ചില ദിക്കിലൊക്കെ മഹാദ്രി ധൃൽ എന്നൊക്കെ കാണാറുണ്ട്. മഹാദ്രി ധൃട്ട് അങ്ങനെ പലതരത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഗുരുനാഥൻ തിരുത്തി തന്നിട്ടുള്ളത് മഹാദ്രി ധൃ എന്നാണ്. മഹാദ്രി ധൃൾ എന്നുള്ള രൂപമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അവിടെ രൂപം വരിക ധൃൾ എന്നുള്ളതിന് മഹാദ്രി ധൃതേ നമ എന്ന് വരും. മഹാദ്രി ധൃതേ നമ, അതാണ് രൂപമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാമാവലിയായിട്ട് വരുമ്പോൾ മഹാദ്രി ധൃതേ നമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മഹാദ്രി ധൃൾ എന്നാണ് വരിക. മഹാദ്രി ധൃൾ അങ്ങനെയാണ് തിരുത്തി തന്നിട്ടുള്ളത് അർത്ഥം. അപ്പോൾ ഈ മഹാദ്രി ധൃൾ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? മഹാ അദ്രി ധൃൾ. മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള, അദ്രി എന്നുള്ളതിന് പർവ്വതം എന്നർത്ഥം. മഹത്തായിട്ടുള്ള അദ്രി, ആ മഹത്തായിട്ടുള്ള പർവ്വതത്തെ ധൃത് ധരിച്ചിട്ടുള്ള ആള്, താങ്ങി നിർത്തിയിട്ടുള്ള ആള് എന്നർത്ഥം. ഈ ഭഗവാൻ താങ്ങി നിർത്തിയിട്ടുണ്ട് എന്നുള്ള കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പല സമയത്തും പർവ്വതത്തെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഗോവർദ്ധനത്തെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അതുപോലെ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പല പല ഘട്ടങ്ങളിലും ആ പർവ്വതത്തെ താങ്ങി നിർത്തിയിട്ടുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ മഹാദ്രിധൃൾ. മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയത് എപ്പോഴാണ്? പാലാഴി മഥനം ഉണ്ടായ സമയത്ത് അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് പാലാഴി മഥനം ചെയ്തു ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട്. ആ സമയത്ത് പർവ്വതത്തെ കടകോലായിട്ട് വാസുകിയെ ചുറ്റിയിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ഘട്ടത്തില് ഈ പർവ്വതം താണുപോവാൻ ശ്രമിച്ചു. താണുപോവാൻ നോക്കിയ സമയത്ത് കൂർമ്മം ആമയുടെ രൂപത്തിൽ വന്നിട്ട് അതിനെ താങ്ങി നിർത്തി. അപ്പോഴും ഒരു മഹാദ്രിധൃൾ ആയി. അതുപോലെ തന്നെ ഈ പശുക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ പെയ്യിച്ച മഴ, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോവർദ്ധനത്തെ ഉയർത്തി. അതുകൊണ്ടൊക്കെ തന്നെ വിഷ്ണു പർവ്വതത്തെ മഹത്തായിട്ടുള്ള പർവ്വതത്തെ ഉയർത്തിയ ആളാണ് മഹാദ്രിധൃൾ. മഹാദ്രിധൃതയേ നമ എന്ന് വരും. അപ്പോ അമേയാത്മാ മഹാദ്രിധൃൾ, മഹാബുദ്ധിർമഹാവീര്യോ, മഹാശക്തിർമഹാദ്യുതി, മഹാബുദ്ധിർമഹാവീര്യോ, മഹാശക്തിർമഹാദ്യുതി, മഹാബുദ്ധിർമഹാവീര്യോ, മഹാശക്തിർമഹാദ്യുതി, അനിർദ്ദേശ്യ വപുശ്രീമാൻ, അനിർദ്ദേശ്യ വപുശ്രീമാൻ, അനിർദ്ദേശ്യ വപുശ്രീമാൻ,
അമേയാത്മാ മഹാദ്രിധൃൾ. അമേയാത്മാ മഹാദ്രിധൃൾ. അമേയാത്മാ മഹാദ്രിധൃൾ. അനിർദ്ദേശ്യ വപുശ്രീമാൻ. അമേയാത്മാ മഹാദ്രിധൃൾ. വേദ്യോ വൈദ്യഃ സദാ യോഗീ വീരഃ മാധവോ മധു. അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല. മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി. അനിർദ്ദേശ്യ വപുശ്രീമാൻ. അമേയാത്മാ മഹാദ്രിധൃൾ. അപ്പൊ ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. അദ്യ ഏതാവത് പര്യന്തം പര്യാപ്തമിതി ചിന്തയാമി. അനന്തരഭാഗം അന്യവർഗേ ആഗാമി വർഗേ പഠാമः. ഏതസ്യ സമാപനാനന്തരം ഏകൈകः अपि ശ്ലോകദ്വയം പഠन्तु.